ഇപ്പോൾ നിങ്ങൾ എക്സ് അല്ലെങ്കിൽ ട്വിറ്റർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സജഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ യൂസിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ള ഡിവൈസുകൾ ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ ഇമെയിൽ ID, ഫോൺ നമ്പർ, ഇങ്ങനെ പല കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ വരിക. ഇപ്പം ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് സജഷൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു സെറ്റിംഗ്സ് ഓഫ് ആക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫേർഡ് ഐഡന്റിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലൈസ് ബേസ്ഡ് ഓൺ യുവർ ഇൻഫേർഡ് ഐഡന്റിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓഫ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി വെച്ചിട്ടായിരിക്കില്ല നമുക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ വരിക. അപ്പം ഇങ്ങനെ ഈ ഒരു ഫീച്ചർ നമുക്ക് എക്സിൽ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.